ജെമിനി സർക്കസ് എന്ന് കേൾക്കാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതോ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാണാത്ത പുതിയ തലമുറക്കാർ തീർച്ചയായിട്ടും കുറച്ചുണ്ടാകും. അവർക്കായിട്ട് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് ജെമിനി സർക്കസ് വിസ്മയം തീർക്കുകയാണ്. കുറച്ചു വർഷങ്ങൾക്ക് പിന്നോട്ട് പോകാം. അന്ന് സർക്കസ് ഒരു നാടിൻ്റെ ഉത്സവമായിരുന്നു. അതിജീവനത്തിനായി നൂൽപ്പാലങ്ങൾ കടക്കുന്ന മനുഷ്യരെ ഓരോ ഗ്രാമവും നെഞ്ചോട് ചേർത്തിരുന്നു. സർക്കസ് എത്തും കാലത്ത് അതിനെ ചുറ്റിപ്പറ്റിയും കച്ചവടങ്ങളും ഉപജീവന മാർഗങ്ങളുമുണ്ടായി. പ്രതാപകാലത്തിനൊടുവിൽ പലരും സർക്കസ് ഉപേക്ഷിച്ചു. തദ്ദേശീയരായ മനുഷ്യരൊക്കെ ജീവിതമെന്ന സർക്കസിന് മറ്റുപാധികൾ തേടി. അന്നും ഇന്നും സർക്കസിലെ തലപ്പൊക്കമായി ജെമിനി തുടർന്നു. സർക്കസ് ഇതിഹാസം MP ശങ്കരൻ 1951 തുടങ്ങിയ കമ്പനി ഇന്ന് മക്കളായ അജയ് ശങ്കറും അശോക് ശങ്കറും കൊണ്ടു നടക്കുന്നു. സർക്കസിൽ ഇപ്പോൾ മലയാള മുഖങ്ങൾ നന്നേ കുറവ്. പുത്തൻ സാധ്യതകളും സങ്കേതങ്ങളും ഉപയോഗിച്ചുള്ള ന്യൂജൻ സർക്കസാണിപ്പോൾ. തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്താണ് ഇപ്പോൾ ഈ വിസ്മയ കാഴ്ച. ടാൻസാനിയൻ എത്യോപ്യൻ കലാകാരന്മാരുടെ നെഞ്ചിടിപ്പിക്കുന്ന പ്രകടനമാണ് ഇപ്പോഴത്തെ പ്രധാന ആകർഷണം. അമേരിക്കൻ സ്പേസ് വീൽ, അയൺ ബോൾ, വെയ്റ്റ് ലിഫ്റ്റ് ആക്ട് തുടങ്ങി പുത്തനടവുകൾ അനവധി. ദിവസേന 2 പ്രദർശനങ്ങളാണ് പുത്തരിക്കണ്ടത്തുള്ളത്. വൈകുന്നേരം 4-നും രാത്രി 7-നും. തലസ്ഥാന നഗരിയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. മാർട്ടിൻ ലൂഥർ കിങ്, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, AKG അങ്ങനെ ജെമിനി സർക്കസിന്റെ കാഴ്ചക്കാരായത് എത്ര പ്രമുഖർ. ഇന്ത്യൻ സർക്കസിന്റെ പ്രൗഢി ലോകമാകെ എത്തിച്ച ജെമിനി ഇപ്പോഴും ഊർജം ചോരാതെ നാട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജിനുവസ് രാജനും ശ്രീജുവിനുമൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം.